വിസ്മയ സന്തോഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. ഹായ് സവിത, ഞാനൊരു ന്യൂ സബ്സ്ക്രൈബർ ആണ്. ഇപ്പോൾ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഞാനൊരു 2-3 വർഷമായിട്ട് നാമജപങ്ങളൊന്നും ഇല്ലാതിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതം തകർന്ന അവസ്ഥയിലാണ്. ഫുൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ആകെ കഷ്ടതകൾ വന്നപ്പോൾ നാമജപം റീസ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ആവശ്യ സമയത്ത് മാത്രം ഭഗവാനെ വിളിക്കുന്നത് കൊണ്ടാണോ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? പ്ലീസ് റിപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലുമല്ല. ഭഗവാൻ പ്രാർത്ഥന കേൾക്കില്ല എന്നാരോ പറഞ്ഞേ. നമ്മൾ ജപിക്കുന്ന ഒരു നാമം പോലും പാഴായി പോവില്ല കേട്ടോ. എന്തായാലും നമുക്ക് അനുഗ്രഹം കിട്ടിയിരിക്കും, ഉറപ്പാണ്. പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഭഗവാനെ വിളിക്കുക എന്ന സ്വഭാവം വിസ്മയിൽ മാത്രമല്ല, ലോക ജനത എല്ലാവരും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. എന്തിനോ ഹന്ത ഞാൻ വാതാലയേശനെ മുന്തിയ മട്ടിൽ പുകഴ്ത്തി മുന്നം ആവശ്യമുള്ളപ്പോൾ കാക്കുവാനെത്തിയ ദൈവത്തെ വാഴ്ത്തിയോ ഞാനേ ധന്യ എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട്. അത് വാഴകുന്നത്തിന്റെ തൂലികാചിത്രം എന്ന ആ ഒരു കവിതയിൽ നിന്നുള്ള വരിയാണ് കേട്ടോ. വാഴകുന്നം എന്ന് പറഞ്ഞാൽ ഭക്ത ശിരോമണി എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മളെ കാക്കാൻ ഭഗവാൻ വരും. ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ ഭഗവാനെ തന്നെയാണ് ഓർക്കുക. നമ്മുടെ ഉള്ളിൽ ഡീപ്പായിട്ട് ഒരാളോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന മുഖം അവരുടെ തന്നെയായിരിക്കും. അവരോട് ഷെയർ ചെയ്യാൻ നമുക്ക് തോന്നാറുണ്ട് അല്ലേ. ഇതേപോലെ കുട്ടിയുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ഇഷ്ടം അധികമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു കഷ്ടം വന്നപ്പോൾ തിരിച്ച് നാമജപത്തിലേക്ക് പോവാൻ തയ്യാറായത്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കില്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. പെർഫെക്റ്റ് അല്ലാതെ ജപിക്കുന്നവരുടെ കൂടെയും ഭഗവാൻ ഉണ്ടാവും എന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ആവർത്തിക്കുന്നു. നമുക്ക് എന്ത് പ്രശ്നം പ്രതിസന്ധിയും വന്നാൽ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ധന്യരാണ് തന്നെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ.